അവളെ ഇതുവരെ കണ്ടില്ലല്ലോ. നമുക്ക് പോയി നോക്കിയാലോ? അത് വേണ്ട, അവളിങ്ങ് വന്നോളും. അപ്പോ എന്തിനുള്ള പുറപ്പാടാ നീ? ഞങ്ങളെ നാണം കെടുത്താൻ കരുതി കൂട്ടി ഇറങ്ങിയിരിക്കാ നീ? ചോദിച്ചതിന് ഉത്തരം പറ. എനിക്ക് ആരോടൊന്നും പറയാനില്ല. എന്നെ എന്റെ ഇഷ്ടത്തിന് വിട്ടേക്ക്. അത്രയ്ക്ക് ധിക്കാരായ നിനക്ക് ഒന്ന് തന്നോണ്ടല്ലോ. ഗീതന്നോ, എന്താ താനിങ്ങനെ വന്ന് കയറി ഉടനെ എന്തിനാ താനെ വിളിങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്നേ? പിന്നെ ഞാൻ എന്ത് വേണമെന്നാ പറയുന്നേ? കാണിച്ചു കൂട്ടിയ വൃത്തികേടുകൾക്ക് പൂച്ചെണ്ട് കൊടുത്ത് സ്വീകരിക്കണോ ഞാൻ? എന്തിനാ ഞങ്ങൾ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? അപ്പൂ, നിന്നോട് എന്ത് തെറ്റാ ഞങ്ങൾ ചെയ്തേ? പോട്ടെ മോൾ, ഇതൊന്നും കാര്യാക്കണ്ട. അമ്മയുടെ വിഷമം കൊണ്ട് പറയുന്നതാ. ഇന്നലെ ഞങ്ങൾ അത്രയ്ക്ക് പേടിച്ചു പോയി. പോട്ടെന്ന്, കഴിഞ്ഞത് കഴിഞ്ഞു. മോൾക്കൊരു അബദ്ധം പറ്റിയതാണെന്ന് കരുതിയാ മതി. ഇത് അബദ്ധമല്ല, അഹങ്കാരോ. പറയുന്നത് എന്ത് സാധിച്ച് സമ്മതിച്ചും കൊടുത്ത് വളർത്തിയതിന്റെ ശിക്ഷയാ. പോട്ടെ, താൻ ഇനി പറഞ്ഞ എന്നെ വീണ്ടും വീണ്ടും പറഞ്ഞോണ്ടിരിക്കില്ല ഗീത. ചെയ്തത് തെറ്റായി പോയെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വിവേകമൊക്കെ അപ്പനുണ്ടല്ലോ. പിന്നെന്താ? മോള് ചെന്ന് ഫ്രഷായി ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് നല്ല മിടുക്കി കുട്ടിയായിട്ട് വാ. എന്നിട്ട് വല്ലതും കഴിക്കാം. അച്ഛനും മോളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ചെല്ല്. ഗീത, താനിങ്ങനെ ഇമോഷണലായിട്ട് ഒരു കാര്യമില്ല. ഞാൻ പിന്നെ എന്ത് വേണം? അവളെന്താ ഇങ്ങനെ? അവൾക്ക് എന്തൊക്കെയോ പ്രോബ്ലം ഉണ്ട് ഗീത. നമ്മളോട് ഷെയർ ചെയ്യാൻ പറ്റാത്ത എന്ത് പ്രശ്നങ്ങളാ അവൾക്കുള്ളത്? ഇത് വേറൊന്നുമല്ല, മാളുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് കുറയ്ക്കാൻ പറഞ്ഞതിന്റെ പക തീർക്കിയ അവള്. മുരളി, അശ്വതി, ഇന്ദിരാമയൊക്കെ അങ്ങനെ ചിന്തിക്കുന്നതില് നമ്മളെന്ത് പഴിച്ചു? താൻ വിഷമിക്കാതെ. അപ്പുവിന്റെ പ്രശ്നം ഇമോഷണലായിട്ടല്ല നമ്മൾ പരിഹരിക്കാൻ ശ്രമിക്കേണ്ടത്. കുറച്ചുകൂടി ബുദ്ധിപരമായൊരു നീക്കത്തിലൂടെ അപ്പുവിനെ നമുക്ക് ഇതിൽ നിന്ന് മാറ്റിയെടുക്കാൻ പറ്റും. ഞാൻ അതിനാണ് ശ്രമിക്കുന്നത്. അതിന് താനും കൂടി എൻ്റെ ഒപ്പം ഉണ്ടാവണം. ഓക്കെ? നമുക്ക് ശരിയാക്കാടോ, ഞാനല്ലേ പറയുന്നത്. താൻ ചെന്ന് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്ക്. അപ്പോൾ ഇപ്പോൾ വരും. പോവാൻ തിരക്കുണ്ടോ? എനിക്ക് സീരിയസ് ആയി അല്പം സംസാരിക്കാനുണ്ടായിരുന്നു. എന്താ? എനിക്ക് പറയാനുള്ളത് അപ്പുവിന്റെ കാര്യമാവുമ്പോ അത് എന്നെ കൂടി ബാധിക്കുന്നതാ. അതുകൊണ്ട് തന്നെ അപ്പുവിന്റെ മാത്രം കാര്യം എന്ന് പറയാനും പറ്റില്ല. മാളു, എന്താ നിനക്ക് പറയാനുള്ളത്? ഒരു കാര്യം തുടക്കത്തിലേ പറയാം. അപ്പുവുമായി പഴയതുപോലൊരു ഫ്രണ്ട്ഷിപ്പ് തുടരാനാണ് നീ ഉദ്ദേശിക്കുന്നതെങ്കിൽ സോറി, അതിനി അനുവദിച്ചു തരാൻ പറ്റില്ല. ഫ്രണ്ട്ഷിപ്പില് പഴയതും പുതിയതും അങ്ങനെയൊന്നും ഇല്ലല്ലോ അച്ഛ. സാരില്ല, അച്ഛൻ വിഷമിക്കണ്ട. ഇനി നിങ്ങളൊക്കെ ആഗ്രഹിച്ചാൽ കൂടി പഴയ അപ്പവും മാളും ആവാൻ ഞങ്ങൾക്കിനി സാധിക്കുന്നു തോന്നുന്നില്ല. അച്ഛനും അമ്മയ്ക്കും എന്നോടാണോ അതോ അപ്പുവിനോടാണോ സ്നേഹക്കൂടുതലെന്ന് ഞാൻ സംശയിച്ചിരുന്ന സമയമുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആയിരുന്നു അപ്പുവിന്റെ കാര്യത്തിലും. അവളെക്കാൾ അങ്കിളും ആന്റിയും എന്നെയായിരുന്നു കെയർ ചെയ്തിരുന്നത്. 2 വീടുകളിലും
ഞങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് സ്വാതന്ത്ര്യങ്ങൾക്കും ഒരു വിലക്കും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പൊ എന്തൊക്കെയോ കാരണത്തിന്റെ പേരില് നിങ്ങൾ എല്ലാരും ചേർന്ന് മാറ്റി നിർത്തുക, വിലക്ക് ഏർപ്പെടുത്തുക. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാർ അച്ഛ പ്ലീസ്, ഞാനൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. കാരണവും കുറ്റക്കാരും ഞങ്ങൾ തന്നെയാണെന്നല്ലേ അച്ഛൻ പറയാൻ ഉദ്ദേശിച്ചത്? മുത്തശ്ശിയെ പോലെ കുറച്ചുകൂടി സെൽഫിഷ് ആയിട്ട് ചിന്തിച്ചാൽ കുറ്റം മുഴുവൻ അപ്പുവിന്റെ തലയിൽ ചാരാം. എന്നെ കൂടി വഷളാക്കാതിരിക്കാനാണ് ഈ മുൻകരുതലെന്ന് അച്ഛനും അമ്മയ്ക്കും സ്വയം ന്യായീകരിക്കാം. പക്ഷെ അച്ഛ, നിങ്ങൾ കണ്ടെത്തിയ കാരണങ്ങളും കുറ്റങ്ങളും ഒന്നും അല്ല അപ്പുവിന്റെ യഥാർത്ഥ പ്രശ്നം. നിങ്ങൾ വിചാരിക്കുന്നതിലൊക്കെ അപ്പുറം അപ്പുവിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അതെന്താണെന്ന് എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റില്ല. നിങ്ങളോട് മാത്രമല്ല, മറ്റാരോടും. അവളുടെ പ്രശ്നം എന്തായാലും അത് നീ ഞങ്ങളോട് പറയുമാളൂ. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന വിധം അത് സോൾവ് ചെയ്യാൻ ശ്രമിക്കാം. അതുകൊണ്ടാ ചോദിക്കുന്നത്. ഇല്ലമ്മേ, അങ്ങനെ എളുപ്പത്തിൽ പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളല്ല അവളുടേത്. അമ്മ വിചാരിക്കും പോലെ മറ്റാർക്കും ഇടപെട്ട് അത് സോൾവ് ചെയ്യാനും പറ്റില്ല. അവളുടെ പ്രശ്നങ്ങളിൽ നിന്ന് കരകയറാൻ അപ്പു വിചാരിച്ചാൽ മാത്രമേ കഴിയൂ. വേറെ ആർക്കും അതിൽ വലിയ റോളൊന്നുമില്ല, ഈവൻ എനിക്ക് പോലും. അപ്പുവിനെ ഈ സമയത്ത് എനിക്ക് ഒറ്റപ്പെടുത്താൻ പറ്റില്ല അച്ഛാ. ഒരു മോറൽ സപ്പോർട്ട് അവൾ എന്റെ ഭാഗത്ത് നിന്ന് ആഗ്രഹിക്കുന്നുണ്ട്, പ്രതീക്ഷിക്കുന്നുണ്ട്. അത് നൽകാൻ അവളുടെ ഇന്റിമേറ്റ് ഫ്രണ്ട് എന്ന നിലയിൽ ഞാൻ ബാധ്യസ്ഥയാണ്. നീ എന്താ പറഞ്ഞു വരുന്നത്? ഇനിയുള്ള ദിവസങ്ങളിൽ അപ്പുവിന്റെ അടുത്ത് പോകാനും ഇടപെടാനും എന്നെ അനുവദിക്കണം. നോ, അതൊന്നും പറ്റില്ല. പറഞ്ഞല്ലോ, പഴയതുപോലെ രണ്ടുപേരും ഇനിയും. അച്ഛാ പ്ലീസ്, പഴയതുപോലെ വേണമെന്നല്ല ഞാൻ ഇതുവരെ പറഞ്ഞതിന്റെ അർത്ഥം. ഇപ്പോഴത്തെ അവളുടെ അവസ്ഥയിൽ ഒറ്റപ്പെട്ടു എന്നൊരു തോന്നൽ അവൾക്കുണ്ടാവരുത്. അങ്ങനെ അവൾക്ക് തോന്നിയത് കൊണ്ടാണ് ഇന്നലെ അപ്പു അങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടിയത്. ആ രീതിയിലേക്ക് അവളെ ഇനിയും തള്ളിയിടാൻ എല്ലാരും കൂടി ശ്രമിക്കരുത് പ്ലീസ് അച്ഛാ. അവൾ ഇങ്ങനെയൊക്കെ മാറിപ്പോകുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്നെ ആരും വിലക്കരുത് പ്ലീസ്. മാളു, നീ പറയുന്നത് മനസ്സിലാക്ക്. ഇപ്പൊ അപ്പുന് ഇത്തിരി വിഷമം തോന്നുമെങ്കിലും കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ അവൾക്ക് കഴിഞ്ഞേക്കും. ഇല്ല, അതൊക്കെ എല്ലാവരുടെയും വെറും തോന്നല. തോന്നലെങ്കിൽ അങ്ങനെ. നീ ഇപ്പൊ ഞങ്ങൾ പറയുന്ന അനുസരിച്ചാ മതി. സോറി അച്ഛാ, ഞാൻ ഇത്രയും പറഞ്ഞിട്ടും അച്ഛൻ ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക്. നിനക്ക് ബാക്കിയുടെ പറ, കേൾക്കട്ടെ. എന്താ, എന്നെ ധിക്കരിക്കാനാണോ ഉദ്ദേശം? മതി, രണ്ടുപേരും ഇനി പറഞ്ഞു പറഞ്ഞു വഴക്കാവണ്ട. മാളു, നീ അപ്പുവിന്റെ അടുത്ത് പോകുന്നെങ്കിൽ പൊക്കോളൂ. പക്ഷേ ഒരു കാര്യം ഞങ്ങൾക്ക് ഉറപ്പു തരണം, പഴയതുപോലെ കൂട്ടുകൂടി പൊല്ലാപ്പൊന്നും ഉണ്ടാക്കില്ലാന്ന്. അശ്വതി, നീ വെറുതെ. സാരമില്ല മുരളിയേട്ടാ, മാളു പറഞ്ഞതിലും ചില കാര്യങ്ങളുണ്ട്. അപ്പുവിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ ഓവർകം ചെയ്യാൻ ചിലപ്പോൾ ഇവളുടെ പ്രസൻസ് അവൾ ആഗ്രഹിക്കുന്നുണ്ടാവും. സഹായിക്കേണ്ടത് ഒരു നല്ല ഫ്രണ്ടിന്റെ കടമ തന്നെയാ. മോള് പോയി അപ്പുവിനെ കണ്ടിട്ട് വാ. പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, അധികം ലേറ്റ് ആവാതെ ഇങ്ങ് വന്നേക്കണം. നീ ഇതെന്തു ഭാവിച്ച അശ്വതി? ഇനിയും പഴയതുപോലൊക്കെ ആക്കിയെടുക്കാനാണോ നിന്റെ ഉദ്ദേശം? സാരമില്ല മുരളിയേട്ടാ, പെൺകുട്ടികളുടെ മനസ്സ് അങ്ങനെയാ. അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ധൃതിയല്ല, ക്ഷമയാണ് ആവശ്യം.